എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടി റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മൾ സാധാരണ തയ്യാറാക്കിയെടുക്കുന്ന ആ ചമ്മന്തിപ്പൊടിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടി റെസിപ്പി തന്നെയാണിത്. ചോറിനൊപ്പം മാത്രമല്ല, ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പമൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി. നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത് മാങ്ങ വെച്ചിട്ടാണ്. ഇത് തയ്യാറാക്കുന്ന വിധം നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ. പച്ചമാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ മാങ്ങയുടെ തൊലിയൊന്നും ഞാൻ ചെത്തി കളയുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ കരിന്തൊലിയൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം. ഇത് അധികം ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയല്ല. നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. വാടിയ മാങ്ങയൊക്കെ ആകുമ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാകുമ്പോൾ അത്രയും കുഴഞ്ഞു പോകത്തില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ നുറുക്കിയെടുത്ത മാങ്ങയുടെ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് ഒന്ന് പൾസ് മോഡൽ നമ്മൾ പൾസ് ചെയ്തെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതുമുണ്ട്. അപ്പം ഞാൻ ഇടകലർത്തിയാണ് കുറച്ച് മാങ്ങയും കുറച്ച് തേങ്ങയും കൂടെ ആദ്യം ഒന്ന് ചതച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവയും പൾസ് മോഡലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അരഞ്ഞു പോവുകയും കുഴഞ്ഞു പോവുകയും ഒന്നും ചെയ്യരുത്. അപ്പോൾ നിർത്തി നമ്മളൊന്ന് പൾസ് ചെയ്ത് തരിതരിപ്പോടുകൂടി നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. കണ്ടോ, ഞാൻ ഈ ഒരു രീതിയിലാണ് ഇവയെല്ലാം ഒന്ന് ചതച്ചെടുത്തേക്കുന്നത്. ഇവിടെ ഞാനെടുത്ത മാങ്ങ ചെറുതായിട്ട് വാടിയതായതുകൊണ്ട് ലേശം ഒന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയാണെങ്കിൽ നമുക്ക് പൊടിയായിട്ട് തന്നെ ചതച്ചെടുക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ മാങ്ങയുടെ തൊലി വേണമെങ്കിൽ ഒന്ന് കരിന്തൊലിയായിട്ട് കളഞ്ഞിട്ട് ചതച്ചെടുത്താലും നല്ലത് തന്നെയാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഉലുവ, അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക്, ഒരു 10 പീസോളം കുരുമുളകുണ്ട്. ഈ സമയത്തൊന്നും ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം മാത്രമാണ് സ്റ്റൗ ഓൺ ആക്കിയിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഒരു തണ്ട് കറി ലീഫ് നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം വെള്ളമെല്ലാം ഒന്ന് മാറ്റി ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ എരിവുള്ള 3 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഈ ഒരു എരിവ് മതിയാവും. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് ഇവയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് മൂത്തൊരു മണം വരുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം മൂപ്പിച്ചെടുക്കാനും. ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കഴിയാതെ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കുകയും വേണം. ഈ കൂട്ടത്തിൽ കാശ്മീരിയുടെ ചില്ലി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കാശ്മീരിയുടെ റെഡ് ചില്ലി ഇല്ലാത്തത് കൊണ്ട് ഇവ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇപ്പം നല്ലൊരു മൂത്ത മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചൂടാറിയിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം. ഇതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതേ പാനിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും മീഡിയം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. മാങ്ങയുടെയൊക്കെ സീസൺ ആണല്ലോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ്. ദോശയ്ക്കൊപ്പമൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ്. വെളുത്തുള്ളിയുടെയൊക്കെ നിറമൊക്കെ ചെറുതായിട്ട് മാറിയപ്പോഴത്തേക്കിനും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും ചേർന്നുള്ള കൂട്ടുണ്ടല്ലോ, അവയുടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ കുറച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് തന്നെ നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഒരു കുഴഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി വാടിയ മാങ്ങയായിരുന്നു. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഇത്രയും കുഴഞ്ഞ് നമുക്ക് സമയം എടുക്കത്തില്ല വറുത്തെടുക്കാനും. അതുപോലെ തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ നല്ല മൂത്തിട്ടുള്ള തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മൂത്ത് വരുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് മൂത്ത് കിട്ടണമെങ്കിൽ. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നമുക്കിതൊന്ന് മൂത്ത് വരണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ തേങ്ങ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും തേങ്ങയൊന്ന് മൂത്ത് വരാൻ. അത്രയിൽ കുറച്ചും കൂടെ കൂടുതൽ സമയം എടുക്കും. കാരണം മാങ്ങയും കൂടെ ചേർത്തിട്ടാണല്ലോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്കിത് മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
ചെറുതായിട്ട് നിറമൊക്കെ മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തേങ്ങയും മാങ്ങയും കൂടെ ചേർന്നിട്ടാണല്ലോ നമ്മൾ ഇതുപോലെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകണമെങ്കിൽ. മാങ്ങയിലുള്ള വെള്ളവും അതുപോലെ തേങ്ങയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണമെങ്കിൽ കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു പരുവത്തിൽ നമ്മൾ തേങ്ങയും മാങ്ങയുടെയും കൂട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് ഞാൻ പൊടിച്ചെടുത്തിരുന്നു. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു കൂട്ടിനോടൊപ്പം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തിട്ടാണ് ഞാൻ പൊടിച്ചെടുത്തേക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടികളും ചേർത്ത് കൊടുത്തേക്കുന്നത്. പാനിൽ അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് ആ മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് കിട്ടുകയും ചെയ്യും. അവസാനം ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചമ്മന്തി പൊടി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാ ചമ്മന്തിപ്പൊടി തന്നെയാണിത്. ഈ കൂട്ടിൻ്റെ ചൂടൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. പാനിലിരുന്നാൽ വീണ്ടും ഇത് മൂത്ത് പോകത്തതേ ഉള്ളല്ലോ. അപ്പോൾ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. ഇനി ഈ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കണം. നിർത്തി ഒന്ന് പൾസ് ചെയ്ത് ചെറിയ തരിതരിപ്പോടുകൂടി നമുക്കിത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടിയൊക്കെ എങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത് ആ ഒരു പരുവത്തിൽ തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ്. നമ്മൾ എടുക്കുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ നല്ല ഡ്രൈ ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. തരിതരിപ്പോടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ അനേകം ദിവസം തന്നെ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. കാരണം നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് എടുത്തത് കൊണ്ട് ഒട്ടും തന്നെ കേടായി പോവുകയോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ പുളിയോ മറ്റൊന്നും ചേർത്ത് കൊടുക്കണ്ട. മാങ്ങയിലുള്ള ആ ഒരു പുളി മാത്രം മതി. നിങ്ങളുടെ കയ്യിൽ കായപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ കായം ചേർത്ത് കൊടുത്താൽ മതി. അത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കായം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെയാണെങ്കിലേ കായം നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ. ഒരു ചെറിയ കഷ്ണം കായം കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും മതി. ഇപ്പം മാങ്ങാടെയൊക്കെ സീസൺ ആണല്ലോ. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നല്ല ഒരു പൊടി തന്നെയാണ്. നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. നല്ല പുളിയും എരിവും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി തന്നെ. ഇന്നത്തെ ഈ മാങ്ങാ ചമ്മന്തി പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നു പോകല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞാനിവിടെ എടുത്തത് അധികം ഫ്രഷ് ആയിട്ടുള്ള മാങ്ങയൊന്നും അല്ലായിരുന്നു. എങ്കിലും ഇതുപോലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി ഇവിടെ കണ്ടോ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കുറച്ചും കൂടെ അധികത്തിലൊക്കെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചൊന്ന് കൂട്ടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടി നമ്മൾ ഒട്ടും തന്നെ വെള്ളമയോ ഒന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ജാറിലാക്കി സൂക്ഷിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.